നല്ല ഫ്രഷ് ആയിട്ടുള്ള അയില കിട്ടിയപ്പോൾ വിചാരിച്ചു നല്ല അയില പൊള്ളിച്ചത് ഉണ്ടാക്കിയല്ലോ എന്ന്. അപ്പോൾ അതിനായിട്ട് ലെമൺ ജ്യൂസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവയൊക്കെ ഇട്ട് നന്നായി മിക്സാക്കുക. ഈ മിക്സാക്കിയത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് മീൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ ഇടാം. വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിക്കേണ്ടത്. വെളിച്ചെണ്ണയിലാകുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ പൊരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ മസാലയ്ക്കുള്ള പ്രിപ്പറേഷനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉലുവയും വേണമെങ്കിൽ ആവശ്യത്തിന് പെരിഞ്ജീരകം ഇടാം, ഓപ്ഷണലാണ്. ഞാൻ പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പെരിഞ്ജീരകം ഇട്ട് അതൊക്കെ ഒന്ന് പൊട്ടിയ ശേഷം കുറേ ഉള്ളി ഇടുക. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് മസാല വേണം. അപ്പോൾ 6 അയിലക്ക് കണക്കായിട്ട് 6 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ഉള്ളിയിലേക്ക് നേരത്തെ ഇട്ട മസാല തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് കറിവേപ്പില ഇടണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. കറിവേപ്പിലയും ഇട്ട് പിന്നെ അതും കൂടി ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ തക്കാളി ഇട്ട് 3 തക്കാളി ഞാൻ എടുത്തിട്ട് തക്കാളി ഇട്ട് അതിലേക്ക് കുറച്ച് പുളിവെള്ളവും ഒഴിച്ചിട്ട് അടച്ച് വെച്ച് മസാല ഒന്ന് വേവുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമ്മൾ വാട്ടിയെടുത്ത വാഴയിലയിൽ ആദ്യം കുറച്ച് മസാല വെക്കുക, അയില നിരത്തുക, പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മസാല വെക്കുക, പൊതിയുക, പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ അയില പൊള്ളിച്ചത് റെഡി.